കർത്താവിനാൽ സ്നേഹമുള്ളവരെ, വചനവൈരലി പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 20 അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾക്ക് അവകാശമായി തരാൻ പോകുന്ന തേനും പാലും ഒഴുകുന്ന ആ ദേശം നിങ്ങൾ സ്വന്തമാക്കും. നിങ്ങളെ മറ്റ് ജനതകളിൽ നിന്ന് വേർതിരിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെയും ശുദ്ധവും അശുദ്ധവുമായ പക്ഷികളെയും വേർതിരിക്കണം. എന്നാൽ കർത്താവിൻ്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റ് ജനതകളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. ഒരു ദേശത്ത് കർത്താവ് കൽപ്പിച്ച് നാം ചെല്ലുമ്പോൾ ആ ദേശത്ത് നാം സ്വീകരിക്കേണ്ട ചില ആരാധനയുടെ മര്യാദകളുണ്ട്. ആരാധനയുടെ വിധികൾ നാം പ്രത്യേകമായി പാലിച്ചിരിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി നമുക്ക് തന്നിരിക്കുന്ന ദേശം തേനും പാലും ഒഴുകുന്നൊരു ദേശമാണ് എന്ന് നാം മനസ്സുകൊണ്ട് അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു തൃപ്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ദൈവം നയിക്കുന്ന ദേശം, ദൈവം തരുന്ന വസ്തുക്കൾ, അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ വഴികളിലൂടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതൊരിക്കലും ഒരു തിന്മയായി മാറുകയില്ല എന്നും ദൈവാനുഗ്രഹത്തിൻ്റെ ജീവിതമാണ് ഞാൻ നയിക്കേണ്ടതെന്നും എനിക്ക് കർത്താവ് നൽകിയിരിക്കുന്നതൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടതാണെന്നും ഞാൻ വിശ്വസിക്കണം. അങ്ങനെ കർത്താവ് നമ്മെ ജനതകളിൽ നിന്ന് വേർതിരിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ദേശത്തേക്ക് കൊണ്ടാക്കുമ്പോൾ നാം അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ നാം ചെല്ലുമ്പോഴും ശുദ്ധവും അശുദ്ധവും വേർതിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. എല്ലാം ശുദ്ധമാണ് എന്നും ഈ ദേശത്ത് നൽകപ്പെട്ടിരിക്കുന്നതെല്ലാം ദൈവികമാണെന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ആരാധനാ ജീവിതത്തെയും തകർക്കുന്ന യാതൊന്നും നാം ശുദ്ധമായി കരുതുവാൻ പാടുള്ളതല്ല. മറിച്ച് അതിനെ അശുദ്ധിയുടെ തലത്തിലേക്ക് കണക്കാക്കി നാം അതിൽ നിന്ന് അകന്നു നിൽക്കുകയും അതിൽ നിന്ന് വേർപെട്ട് നിൽക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ നൽകപ്പെടുന്ന എല്ലാറ്റിനെയും ശുദ്ധവും അശുദ്ധവുമെന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അങ്ങനെ നാം ചിന്തിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മെ നയിക്കുന്ന ദൈവം പരിശുദ്ധനാണ്. അശുദ്ധമായതൊന്നും ദൈവത്തിൽ കുടികൊള്ളുന്നില്ല. എല്ലാം വിശുദ്ധമായതുകൊണ്ട് തന്നെ ആ അശുദ്ധിയുടെ മേഖലകളിൽ നിന്ന് നാം അകന്ന് മാറി നിൽക്കണം. കാരണം കർത്താവ് പരമപരിശുദ്ധനാണ്. കർത്താവായ ദൈവത്തിന് നാം വേർതിരിക്കപ്പെടേണ്ടതിന്, നാം സ്വന്തമാകേണ്ടതിന് മറ്റ് ജനപദങ്ങളിൽ നിന്നും അവരുടെ അശുദ്ധിയിൽ നിന്നും അവരുടെ വിഗ്രഹാരാധനകളിൽ നിന്നും വ്യഭിചാരാസക്തികളിൽ നിന്നുമൊക്കെ കർത്താവ് നമ്മെ വേർതിരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മെ സ്വന്തമാക്കേണ്ടതിനാണ്. പ്രിയമുള്ളവരെ, ഇതൊരു ഹൃദയ വായ്പോടുകൂടി നാം മനസ്സിലാക്കണം. നമ്മെ സ്വന്തമാക്കേണ്ടതിന് മറ്റു ജനതകളിൽ നിന്ന് നമ്മെ വേർതിരിക്കുകയും അവർ ചെയ്തു പോരുന്ന, അനുവർത്തിച്ചു പോരുന്ന അശുദ്ധിയുടെ മേഖലകൾ നാം ഒരിക്കലും സ്വന്തമാക്കരുത് എന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മെ നോക്കിക്കാണുകയും ചെയ്യുന്ന ദൈവം പരമപരിശുദ്ധനാണ്. ആ പരമപരിശുദ്ധനായ ദൈവത്തിൽ അഭയം കൊള്ളുവാനും എല്ലാത്തിലെയും സാഹചര്യങ്ങളായാലും വസ്തുക്കളായാലും വ്യക്തികളായാലും എല്ലാം ശുദ്ധമെന്നും അശുദ്ധമെന്നുമൊക്കെ വേർതിരിച്ച് അറിയാൻ സാധിക്കുന്നൊരു വിവേചന ബുദ്ധി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ആദർശ.